കൂടുതലും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നിക്കും. അതുകൊണ്ട് തന്നെ അമിത ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുകയും ഷുഗർ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും BP കുറയ്ക്കാനും വണ്ണം വയ്ക്കും എന്ന പേടിയില്ലാതെ കഴിക്കാൻ ഒരു ഹെൽത്തി റെസിപ്പി. ഞാൻ ദാ ഇവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് ഒന്ന് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇതൊരു 2 വിസിൽ ലോ ഫ്ലെയിമിലടിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാനിലേക്ക് 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 പച്ചമുളകും 1 സവോള കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളറൊന്നും ആകണ്ട. ജസ്റ്റ് ആ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടിയാൽ മതി. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ എന്താ 1/4 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാടൊന്നും കുക്ക് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. 1 കപ്പുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കടലയ്ക്ക് ആവശ്യമായ 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് കുക്കാകാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, നമ്മൾക്കിത് കുക്ക് ചെയ്തെടുക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ടയുടെ വെള്ള ഭാഗം മാത്രമാണ്. നിങ്ങൾ മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ ഇതിന് പകരം കുറച്ചുകൂടെ മുമ്പേ നമ്മൾക്ക് പനീർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം സോയ ചങ്ക്സും ചേർക്കാവുന്നതാണ്. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഞാൻ ചേർക്കുന്നത് 1/4 സ്പൂണ് ഇതാ നമ്മളുടെ ചാറ്റ് മസാലയാണ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതാ സിമ്പിളായിട്ടുള്ള നമ്മുടെ റോസ്റ്റഡ് ചിക്ക് പീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നിക്കുകയും നമ്മൾക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അമിത വണ്ണം കുറയ്ക്കാനും വയർ കുറയ്ക്കാനും ഡയറ്റ് ചെയ്യുന്നവർക്കുമൊക്കെ ഒരു സിമ്പിൾ കിടിലൻ റെസിപ്പിയാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ്. ഞാൻ ദാ ഇതിലേക്ക് കുറച്ച് നമ്മളുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും ഈ കടല ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ. ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും പാക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. Thanks for watching Finger Family.